ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഡിവൈനായിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഇവിടെ സാമ്പത്തികം കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പൈസയൊക്കെ കടം കൊടുത്തിട്ട് അത് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ കുറച്ച് പൈസ ഉണ്ടാകാം, എന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അത് തികയില്ലായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിലവഴിക്കണം, എന്താണ് മുഖ്യമായിട്ടും ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങൾ കണക്ക് കൂട്ടുന്ന അങ്ങനെയുള്ളൊരു വ്യക്തികളുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പൈസ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ ചിലർക്ക് നിങ്ങളുടെയൊക്കെ പൈസ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയതുപോലെ, ആരെയൊക്കെയോ നിങ്ങൾ വിശ്വസിച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാകാം. അത് തിരിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വറീഡായിട്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അങ്ങനെ ചില നഷ്ടങ്ങൾ സംഭവിച്ച ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നല്ലതുപോലെ വിശ്വസിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകില്ല. അതിൽ വിഷമം വന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് ഇനി പ്രതീക്ഷിക്കണോ അതോ ഇനി അത് വിടണോ എന്നൊക്കെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടിലിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണാം. ഇതിപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ, ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ, അടുത്തിടെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ കാരണം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ വരുന്ന ചില വ്യക്തികളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് മത്സരിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ മുഖം ഇതുവരെയായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്ത് തന്നെ ആയാലും ഈ വരും ദിവസങ്ങളിൽ അവരുമായിട്ട് ഒരു വഴക്കോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതാകാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ, അതൊരു വർക്ക് പ്ലേസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാലും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാലും, എന്ത് തന്നെയായാലും അവിടെ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല നിങ്ങൾ ഇന്ന് വരെ. അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഒന്നിനും നോ പറയുന്ന ഒരു സ്വഭാവക്കാരായിരിക്കില്ല. എന്നാൽ നിങ്ങൾ നോ പറയുന്നതായിട്ടും ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യവുമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിലുള്ള ആ ഒരു നല്ലൊരു പേരും അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനും ഒക്കെ കണ്ടിട്ട് അസൂയ ഉണ്ടാവുന്നവരായിരിക്കാം. അവർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ഡിവൈൻലി ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് അവരുടെ കണ്ണിൽ നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഇനി എന്തൊക്കെയോ ലഭിക്കാനുണ്ട്, എന്തോ മിസ്സിങ് ആണ്, എന്തോ നഷ്ടമാണെന്നൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങളോട് ഈ അസൂയുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കെല്ലാം ദൈവമായിട്ട് അറിഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ട് എന്നൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് എത്താനായിട്ട് അവർ ഈ മത്സരിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ വ്യക്തികളും ഒരുപോലെ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് എല്ലാ വ്യക്തികളെയും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ നല്ലവരല്ല. എല്ലാവരും നിങ്ങൾ വിജയിക്കണം, നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകണം എന്ന് കരുതുന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആളുകളെ മനസ്സിലാക്കി വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങുക. കാണുന്ന എല്ലാവരിലും അന്ധമായിട്ടുള്ള നിങ്ങളുടെ ഈ വിശ്വാസം വയ്ക്കൽ അതിനി കുറച്ച് നാളത്തേക്കെങ്കിലും മാറ്റി വയ്ക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരെയും നിങ്ങളെപ്പോലെ തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ചില വ്യക്തികൾ നിങ്ങൾക്ക് നല്ലത് വരണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിജയിച്ച് കാണണമെന്നൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് അസൂയ ഉള്ളവരാണ്, നിങ്ങളോട് മത്സരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ അന്ധമായ വിശ്വാസം വയ്ക്കാതിരിക്കുക. നിങ്ങൾ ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ മറ്റുള്ളവരിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടി കൂടി നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവരിലും ട്രസ്റ്റ് വയ്ക്കാതെ ഇരിക്കുക.
അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ നിരാശയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ഇനി വരുന്ന അടുത്ത സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ചോയ്സസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും, അതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് കണ്ടേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. കാരണം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളെയൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം, നിങ്ങളുടെ യുക്തിപൂർവ്വം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മൾ പറയുന്നത് പോലെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ കാണുന്നതെല്ലാം സ്വർണ്ണമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന് എനിക്ക് ടൈം കൊടുക്കണം, അതൊക്കെ ആവശ്യമാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. എന്നാൽ ഇനി വരുന്ന ഈ ഒരു സമയം അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്കപ്പുറം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള ഒരു സമയമല്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ 7 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വരുന്ന എല്ലാ കാര്യങ്ങളുടെയും ഔട്ട്കം എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നേരെ വരുന്ന എന്തിനേയും പ്രതിരോധിക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും തൻ്റെയിടവുമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ അത് പോസിറ്റീവായാലും അത് നെഗറ്റീവായാലും നിങ്ങൾ ആ ഒരു രീതിയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ, അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, അങ്ങനെ ഒരു ഉറച്ച ബോധ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഒരു ധൈര്യമൊക്കെ നിങ്ങളിൽ മുൻപ് പറഞ്ഞതുപോലെ വരുന്നുണ്ട്. അതിനായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പല കാര്യങ്ങളും മൂടി വെച്ച് ഇരിക്കാതെ തുറന്നു പറയേണ്ടതായിട്ട് വരുന്നതായി കാണുന്നു. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ധൈര്യപൂർവ്വം പേടിക്കാതെ തുറന്നു പറയുക. അതുപോലെ നോ പറയാനൊക്കെ ഒരു പേടിയുള്ള അല്ലെങ്കിൽ താല്പര്യപ്പെടാത്ത ചില വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അല്ലെങ്കിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ദിവസം. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കാതെ, നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് നോ പറയേണ്ടതായി തന്നെ വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്കിനി വയ്യ, വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി ഇന്ന് ഈ ഒരു ദിവസം മൊത്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഓവറായിട്ട് ഭരിക്കാൻ വരുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന, അങ്ങനെ ഹരാസ് ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തികളോട് അത് വർക്ക് പ്ലേസിലായാലും അല്ലെങ്കിൽ എവിടെ ആയാലും അതിനെ ശക്തമായിട്ട് നിങ്ങൾ പ്രതിരോധിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ അത്രയും പ്രിയപ്പെട്ടവരാണെങ്കിൽ ചെറിയൊരു വഴക്കോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കൺട്രോളൊക്കെ ചെയ്യാൻ വന്നാൽ നിങ്ങൾ ഇന്നത്തേക്കൊന്ന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അത് ചില വഴക്കുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതല്ലാതെ നിങ്ങളോട് മത്സരിക്കാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഓവറായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വരുന്ന വ്യക്തികളോട് നിങ്ങൾ നോ പറയുക, അല്ലെങ്കിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ഒരകലം പാലിക്കുക. ഒരു വിൽ പവർ, ഒരു ധൈര്യം, ഒരു തൻ്റെയിടമൊക്കെ ഇന്ന് നിങ്ങളിൽ ഉണ്ടാകുന്നതായി കാണാം. ഇവിടെ 2 ഓഫ് കപ്സ് കാണിക്കുന്നത് ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ല രീതിയിലൊക്കെ ഒന്ന് മുന്നോട്ട് പോകും. എന്തെങ്കിലും വഴക്കോ പിണക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് രമ്യതയിലൊക്കെ ആക്കാനായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ സാധിക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് കാണുന്നത്. അതായത് ഈ അടുത്തിടെയായിട്ട് പിണങ്ങിയ അല്ലെങ്കിൽ ചെറിയ സൗന്ദര്യ പിണക്കം പോലുള്ള അങ്ങനെയൊക്കെ പിണങ്ങിയ വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്ത വ്യക്തികൾക്കായാലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലൊരു ദിവസമാണ്. അതുപോലെ ഇന്ന് ചില കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ചില ദേഷ്യം ഒക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവേ ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിരിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ആയിട്ട് ഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വെച്ച് മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾ പോകുന്നതായിട്ട് അങ്ങനെയുള്ള ചില ആൾക്കാരുടെ എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുന്നതായിട്ടൊക്കെ ഒരു
ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിലും കാണും നിങ്ങളോട് അസൂയുള്ള ചില വ്യക്തികൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു കമ്പനിയിൽ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾ ആരുടെയും ഗോസിപ്പ് പറയാതിരിക്കുക. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടാത്ത വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് നിങ്ങൾ പറഞ്ഞതായിട്ട് അവർ ചെന്ന് മറ്റുള്ളവരടുത്ത് പറയും. അത് പിന്നീട് ഭാവിയിലൊരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയും നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു നിരാശയും സങ്കടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു ഗ്യാതറിങ്, അതായത് നിങ്ങളുടെ ഏറ്റവും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കാണുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകൾ പറയാതിരിക്കുക. അതുപോലെ ഇങ്ങനെ ഗോസിപ്പ് പറയുന്ന വ്യക്തികളുടെ കൂടെയും അനാവശ്യമായിട്ട് ഇരിക്കാതിരിക്കുക. കാരണം നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളത് കേട്ടുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഇവരാണ് പറഞ്ഞതെന്ന് പിന്നീട് പറയാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സർവീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.